പ്രൈസ് ലോൺ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അല്പനിമിഷത്തെ നമ്മുടെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 7 വാക്യം. വെളിപ്പാടുകളെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. ശൂലങ്ങൾ പലതരത്തിലുണ്ട്. സാധാരണയായി അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കുത്തുവാനാണ്. പലപ്പോഴും മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ വേദനയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പൗലോസ് അനുഭവിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത്, വെളിപ്പാടുകളിലെ ആധിക്യ നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവൻ്റെ ജഡത്തിൽ അനുവദിച്ച ശൂലമാണ്. അത് അവനെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൗലോസ് 3 പ്രാവശ്യം ദൈവത്തോട് അത് തന്നെ വിട്ടുമാറേണ്ടതിന് അപേക്ഷിക്കുന്നു. എന്നാൽ 3 പ്രാവശ്യം ദൈവം അവന് കൃപയാണ് വാഗ്ദത്തം ചെയ്തത്. ഹല്ലേലൂയ. എത്ര കഠിനമായ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയോ, എത്ര വേദനകൾ അവർ അനുഭവിക്കേണ്ടി വന്നോ, അവിടെയെല്ലാം ദൈവം അവന് കൃപ നൽകി. ഹല്ലേലൂയ. ബലഹീനതയിൽ കൃപ നൽകി അവനെ ശക്തിപ്പെടുത്തി. പൗലോസിൻ്റെ മരണം വരെ അവൻ തൻ്റെ ജീവിതത്തിൽ ആ ദൈവിക കൃപയും ദൈവിക ശക്തിയും അനുഭവിക്കാനിടയായി. റോമൻ പടയാളികളാൽ വധിക്കപ്പെടുവാനായി താൻ മരണം കാത്തുകിടന്നപ്പോഴും ആ കൃപ അനുഭവിച്ച പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവിക കൃപയും ദൈവിക സാന്നിധ്യവും തൻ്റെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പൗലോസിൻ്റെ ജീവിതം ഇന്നും നമുക്കൊരു മാതൃകയാണ്. പലപ്പോഴും ശൂലങ്ങൾ നമ്മിൽ വേദന ഉണ്ടാക്കുമെങ്കിലും ദൈവം തരുന്ന ശൂലങ്ങൾ നമ്മെ നന്നാക്കുവാനാണ്, നമ്മെ നേർവഴിയിൽ നടത്തുവാനാണ്, നമ്മെ പണിഞ്ഞ് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ആനന്ദത്തോടെ ദൈവസന്നിധി നിർത്തുവാനാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടത അവനെ ദൈവം അനുവദിച്ച ഒരു ശൂലമായിരുന്നു. അതവനെ തകർക്കുവാനായിരുന്നില്ല, മറിച്ച് ശത്രു ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതിനായിരുന്നു. ദൈവത്താൽ അനുവദിക്കപ്പെട്ട കഷ്ടതയാകുന്ന ചൂളയിലൂടെ അവൻ പൊന്നുപോലെ പുറത്തു വന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ കഷ്ടത അവൻ ഹല്ലേലൂയ ദൈവാശ്രയമുള്ളവനായി തീർന്നു. അനവധി സങ്കീർത്തനങ്ങളുടെ രചയിതാവാക്കി ദൈവം അവനെ ഉപയോഗിച്ചു. പ്രിയരെ, പലപ്പോഴും പലവിധ ക്ലേശങ്ങൾ, കഷ്ടങ്ങൾ ഇന്നും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പലപ്പോഴും വിചാരിച്ചിട്ടില്ലേ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? അതെ, ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഒരു ശുഭത്തുറമുഖത്ത് എത്തിക്കുവാൻ ചൊവ്വയുള്ള പാതയിൽ കൂടി ദൈവം നിന്നെ കടത്തിവിടുകയാണ്. എത്ര ശൂലങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ, എത്ര വേദനകളോട് നീ കടന്നു പോകേണ്ടി വന്നാലും താങ്ങി നടത്തുന്ന ഒരു കൃപ, ഹല്ലേലൂയ, താങ്ങി നടത്തുന്ന ഒരു കരം, കൃപ പകർന്നതിനെ ശക്തനാക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ ശൂലങ്ങൾ നിന്നെ നശിപ്പിക്കുവാനല്ല, അത്യന്തം അനവധിയായി ആ നിത്യ തേജസ്സിൻ്റെ ഘനം നിന്നിൽ കൂടി വെളിപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ പ്രയാസവേളകളിലെല്ലാം പൗലോസിനോട് കൂടെ ഇരുന്ന ദൈവം നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. പ്രയാസവേളകളിൽ നിന്നെ തോളിൽ വഹിക്കുന്ന ദൈവമാണ് നിന്നോട് കൂടെയുള്ളത്. ആ ദൈവത്തിൽ ശരണപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.